കഴിഞ്ഞ സമ്മർ ട്രാൻസ്ഫർ വിൻഡോയിൽ കാര്യമായിട്ടുള്ള നീക്കങ്ങളൊന്നും നടത്താതെ വളരെ ഡോർമെൻ്റായി നിന്ന മാഞ്ചസ്റ്റർ സിറ്റി പക്ഷേ ജനുവരി ട്രാൻസ്ഫർ വിൻഡോയിൽ വലിയ മുന്നേറ്റമാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. ഈ ഒരു ജനുവരി ട്രാൻസ്ഫർ വിൻഡോയിൽ ജസ്റ്റ് കൺക്ലൂഡ് ചെയ്ത വിന്റർ ട്രാൻസ്ഫർ വിൻഡോയിലെ യഥാർത്ഥ വിന്നർ ആരാണെന്ന് ചോദിച്ചാൽ മാഞ്ചസ്റ്റർ സിറ്റി തന്നെയായിരിക്കും. 200 മില്യൺ യൂറോയിലധികം പണം ചെലവിട്ടാണ് 4 യുവ പ്രോമിസിംഗ് ആയുള്ള താരങ്ങളെ സിറ്റി കൊണ്ടുവന്നിരിക്കുന്നത്. ഒമർ മർമൂഷ്, അബ്ദുൽ ഖാദർ ഹുസനോവ്, വിക്ടർ റെയ്സ്, ഏറ്റവും ഒടുവിൽ നിക്കോ ഗോൺസാലസ്. FC പോർട്ടോയിൽ നിന്നാണ് 23-കാരനായ വളരെ പ്രോമിസിംഗ് ആയുള്ള യങ് മിഡ്ഫീൽഡറെ സിറ്റി സൈൻ ചെയ്തിരിക്കുന്നത്. 60 മില്യൺ യൂറോയിലധികം പണം നൽകിയാണ് നിക്കോ ഗോൺസാലസിനെ സിറ്റി സ്വന്തമാക്കിയിരിക്കുന്നത്. സിറ്റിയെ സംബന്ധിച്ച് താരങ്ങൾ വളരെ പ്രധാനപ്പെട്ടതാണ്. പല പൊസിഷനുകളിലും നല്ല ബാക്കപ്പ് പ്ലെയേഴ്സ് ഇല്ലാത്തതാണ് സിറ്റി ഈ സീസണിൽ വലിയൊരു പ്രതിസന്ധിയിലേക്ക് തള്ളിവിട്ടത്. താരങ്ങളുടെ പരിക്ക് വല്ലാതെ അലട്ടിയപ്പോൾ അതിനനുസരിച്ചുള്ള ബാക്കപ്പ് പ്ലെയേഴ്സ് സിറ്റിക്ക് ഇല്ലാതെ ആയിപ്പോയി. പിന്നെ ചില താരങ്ങളെ കൈവിട്ടു. അതെല്ലാം വലിയ വിഷയം തന്നെയാണ്. ഇപ്പം മാൻ സിറ്റിയെ സംബന്ധിച്ച് പെപ് ഗാർഡിയോളയെ സംബന്ധിച്ചാണെങ്കിലും സമാനതകളില്ലാത്ത വെല്ലുവിളിയാണ് നേരിട്ടുകൊണ്ടിരിക്കുന്നത്. പെപ് ഗാർഡിയോളയുടെ ഇലസ്ട്രിയസ് ആയുള്ള കോച്ചിങ് കരിയറിൽ ഇത്തരം ഒരു വെല്ലുവിളി അദ്ദേഹം നേരിട്ടിട്ടില്ല. നിലവിൽ പ്രീമിയർ ലീഗിൽ പോയിന്റ് ടേബിളിൽ 5-ാം സ്ഥാനത്താണ് നിൽക്കുന്നത്. ലിവർപൂളിന് 15 പോയിന്റ് കൂടുതലുണ്ട് 1-ാം സ്ഥാനത്ത് നിൽക്കുന്ന ലിവർപൂൾ ഒരു കളി കുറച്ചേ കളിച്ചിട്ടുള്ളൂ എന്നുള്ളതാണ് മറ്റൊരു സവിശേഷത. ചാമ്പ്യൻസ് ലീഗിലാണെങ്കിൽ നോക്കൗട്ടിൽ പോലും എത്താൻ പറ്റാത്ത അവസ്ഥയാണ്. അതായത് നേരിട്ട് ക്വാളിഫൈ ചെയ്യാൻ സാധിച്ചില്ല. ഇപ്പം നിലവിൽ പ്ലേ ഓഫ് കളിക്കുകയാണ്. അതും റയൽ മാഡ്രിഡ് ആണ് എതിരാളികൾ. അപ്പം ഇങ്ങനെ ഒരുപാട് പ്രശ്നങ്ങളാണ് സിറ്റി അഭിമുഖീകരിച്ചു കൊണ്ടിരിക്കുന്നത്. അപ്പം നല്ല താരങ്ങളെ കൊണ്ടുവന്ന് പരമാവധി ബാക്കപ്പ് കൊണ്ടുവന്നാൽ മാത്രമേ ഉള്ളൂ സിറ്റിക്ക് ഒരു തിരിച്ചുവരവൊക്കെ നടത്താൻ സാധിക്കുള്ളൂ. എന്തായാലും ഈ ഒരു സീസണിൽ ഒരു മികച്ച ഫിനിഷ് എന്നുള്ളൊരു ലക്ഷ്യമായിരിക്കും ഇനി സിറ്റിക്ക് മുമ്പിലുള്ളത്. അല്ലാതെ പ്രീമിയർ ലീഗൊക്കെ നേടുക എന്നുള്ളത് ഇനിയിപ്പം അത് നടക്കാത്തൊരു സിറ്റുവേഷൻ, അല്ലെങ്കിൽ വലിയ അത്ഭുതങ്ങളൊക്കെ സംഭവിക്കേണ്ടി വരും. പിന്നെ മാഞ്ചസ്റ്റർ സിറ്റിയെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇപ്പം അവരെ സംബന്ധിച്ച് ഈ ഒരു പ്ലെയേഴ്സ് ഇപ്പം കൊണ്ടുവന്ന യങ് പ്ലെയേഴ്സൊക്കെ എത്രത്തോളം പെട്ടെന്ന് തന്നെ എഫക്റ്റീവ് ആവും എന്നുള്ളതാണ് ഒരു ചോദ്യം. ഇപ്പം മർമൂഷൊക്കെ കളിച്ച് തുടങ്ങിയിട്ടുണ്ട്, അബ്ദുൽ ഖാദർ ഹുസനോവ് കളിച്ചു. പക്ഷെ അങ്ങനെയാണെങ്കിലും ഇവരുടെ ഒരു ഇമ്പാക്റ്റ് വരണമെങ്കിൽ നെക്സ്റ്റ് സീസൺ ആവുമെന്നാണ് പൊതുവെ പ്രതീക്ഷിക്കുന്നത്. ഈ സീസണിൽ പെട്ടെന്ന് തന്നെ ഇവർക്ക് ഒരു വലിയൊരു ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ പറ്റുമെന്ന് നമ്മൾ ആരും പ്രതീക്ഷിക്കുന്നില്ല. പ്രത്യേകിച്ച് സിറ്റി പൂർണ്ണമായിട്ട് ഒരു തിരിച്ചുവരവിന്റെ പാതയിലല്ല. ഇടയ്ക്ക് ഇങ്ങനെ ചില സൂചനകളൊക്കെ കാണിച്ചെങ്കിലും വീണ്ടും വമ്പൻ പരാജയങ്ങളൊക്കെ ഏറ്റുവാങ്ങുന്നു എന്നുള്ളതാണ്. ഇപ്പം ഏറ്റവും ഒടുവിൽ ആർസണലിനോട് 5-1 തകർന്നടിഞ്ഞ ഒരു സംഭവം തന്നെ ഇതിനൊരു ഉദാഹരണമാണ്. അപ്പം ഡിഫൻസിലൊക്കെ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്, മിസ്റ്റേക്കുകൾ തുടർച്ചയായിട്ട് വരുത്തിക്കൊണ്ടിരിക്കുന്നു. പിന്നെ സിറ്റിയുടെ ആ ഒരു ഗെയിമിന് പഴയ രീതിയിലുള്ള ഒരു പേസ് ഒന്നും ഉണ്ടാകുന്നില്ല. അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ ശരിക്കും ഒരു റീവാമ്പ് സിറ്റിക്ക് ആവശ്യമാണ്. അപ്പോൾ ഇതിനൊപ്പം വലിയ രീതിയിൽ ചർച്ചയാവുന്ന മറ്റൊരു വിഷയം, പെപ് ഗാർഡിയോളയ്ക്ക് വമ്പൻ താരനിരയില്ലെങ്കിൽ റിസൾട്ട് ഉണ്ടാക്കാൻ പറ്റില്ല എന്നുള്ളൊരു ആക്ഷേപമാണ്. അത് മുമ്പ് തന്നെ ഉണ്ടായിരുന്ന ഒരു ആക്ഷേപം തന്നെയാണ്. കാരണം അദ്ദേഹം ബാഴ്സലോണയ്ക്ക് വേണ്ടി സമാനതകളില്ലാത്ത നേട്ടങ്ങൾ സ്വന്തമാക്കിയിട്ടുണ്ട്. പിന്നെ അത് കഴിഞ്ഞ് ബയേൺ മ്യൂണിക്കിൽ വന്നു വലിയ നേട്ടങ്ങൾ ഉണ്ടാക്കി. ഏറ്റവും ഒടുവിൽ മാഞ്ചസ്റ്റർ സിറ്റിക്ക് വേണ്ടി ചരിത്രത്തിലെ ഏറ്റവും മികച്ച നേട്ടങ്ങൾ, ട്രിബിൾ ഉൾപ്പെടെ അദ്ദേഹം നേടി. വലിയ ഒരു പരിശീലകൻ എന്നുള്ള രീതിയിലുള്ള ഒരു ഇമേജ് അദ്ദേഹം ഉണ്ടാക്കിയിട്ടുണ്ട്. പക്ഷേ പലപ്പോഴും ഇതെല്ലാം വമ്പൻ താരനിരയുടെ ഒരു പിൻബലത്തിലായിരുന്നു. അപ്പോൾ ഈ ഒരു സീസണിൽ സിറ്റി നേരിട്ടത് പ്രമുഖ താരങ്ങളുടെ പരിക്കായിരുന്നു. റോഡ്രി ആണെങ്കിലും ഡിബ്രൂയിനെ ആണെങ്കിലും പല താരങ്ങളും പരിക്കേറ്റ് പുറത്തുപോയി. റൂബൻ ഡയാസ് പരിക്കേറ്റ് പുറത്തുപോയി. ജോൺ സ്റ്റോൺസിന് ഇടയ്ക്ക് പരിക്ക് പറ്റി. അപ്പം തുടർച്ചയായിട്ടുള്ള താരങ്ങളുടെ പരിക്കാണ് സിറ്റിയെ ശരിക്കും അലട്ടിയത്. അപ്പം പെപ് ഗാർഡിയോള നേരിടുന്ന ഒരു പ്രതിസന്ധിയും അത് തന്നെയാണ്. കാരണം അദ്ദേഹത്തിന് ഏറ്റവും മികച്ച ഒരു താരനിര, അല്ലെ ഏറ്റവും മികച്ച ഒരു സ്റ്റാർട്ടിംഗ് 11 ഇല്ലെങ്കിൽ അദ്ദേഹത്തിന് ഈ ഒരു റിസൾട്ട് ഉണ്ടാക്കാൻ പറ്റുമോ എന്നുള്ളതാണ് ഒരു ചോദ്യം. അത് മുമ്പ് തന്നെയുള്ള ഒരു വിമർശനമാണ്. പക്ഷെ അതിപ്പോൾ വീണ്ടും എക്സ്പോസ് ചെയ്യപ്പെട്ടിരിക്കുന്നു. കാരണം മികച്ച താരനിര ഇല്ലെങ്കിൽ പെപ്പിന് ഒരിക്കലും അത്ഭുതങ്ങൾ സൃഷ്ടിക്കാൻ സാധിക്കില്ല എന്നുള്ള ഒരു വാദം അത് വീണ്ടും ഇങ്ങനെ ശക്തിപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. കാർലോ ആൻസലോട്ടിയും പിന്നെ ഹൊസെ മൗറീനിയോ ഒക്കെ ഇതിൽ നിന്ന് വിഭിന്നരാണ്. അവർ അത്ര മികച്ച താരങ്ങൾ ഇല്ലെങ്കിൽ പോലും അത്യാവശ്യം സക്സസ്ഫുൾ ആയുള്ള റിസൾട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന കോച്ചുമാരാണ്. ചെറിയ ടീമുകളെ അവർ പരിശീലിപ്പിച്ചിട്ടുണ്ട് എന്നുള്ളതൊക്കെയാണ് ഇതിന് കൂടെ പറയുന്ന ഒരു വാദം. പിന്നെ ഇപ്പോൾ നമ്മൾ നോക്കുന്നത് ഹാൻസി ഫ്ലിക്കിനെയാണ്. ഹാൻസി ഫ്ലിക്കിന് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു ബാഴ്സലോണയിൽ. അദ്ദേഹം വരുമ്പോൾ പല താരങ്ങളും ഇതേപോലെ പരിക്കിൻ്റെ പിടിയിലായിരുന്നു. പക്ഷെ അദ്ദേഹം അക്കാദമി പിള്ളേരെയൊക്കെ വെച്ചുകൊണ്ട് ഇത്ര മോശമില്ലാത്തൊരു റിസൾട്ട് അദ്ദേഹം ബാഴ്സലോണയ്ക്ക് ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട്. അപ്പം ഇതൊക്കെയാണ് ഒരു കമ്പാരിസൺ ആയിട്ട് വരുന്നത്. നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത്? പെപ് ഗാർഡിയോളയുടെ ഏറ്റവും വലിയൊരു പ്രശ്നം അത് തന്നെയാണ്. അതായത് മികച്ച താരങ്ങൾ ഉണ്ടെങ്കിൽ പെപ്പ് പുലിയാണ്. പക്ഷെ മികച്ച താരങ്ങൾ ഇല്ലെങ്കിൽ, അല്ലെങ്കിൽ കുറച്ച് താരങ്ങളുടെ അഭാവം സംഭവിക്കുകയാണെങ്കിൽ പെപ്പിന്റെ തന്ത്രങ്ങൾ വേണ്ടത്ര രീതിയിൽ പയറ്റാൻ പറ്റുമോ? നിങ്ങളുടെ അഭിപ്രായം കമന്റായി രേഖപ്പെടുത്തുക.